ഇത് മറ്റേതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം ഇത് നമ്മളെ ബാധിക്കും, എന്നെ ബാധിക്കും, ഇത് കാണുന്ന നിങ്ങളെയും ബാധിക്കും. നമ്മുടെ പച്ചക്കറിയുടെ വില ഉയരും, നമ്മുടെ പെട്രോൾ ഡീസൽ വില ഉയരും, നമ്മുടെ സ്വർണത്തിന്റെ വില ഉയരും. സ്വർണ്ണ വിലയിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 400 രൂപ കൂടിയിരിക്കുകയാണ്. ഇന്ന് ഗ്രാമിന്റെ വില 15,865 രൂപയാണ്. പവനും വില കൂടുകയാണ്, 3000-ലധികം രൂപ കൂടുകയാണ് പവന്. അപ്പോൾ സ്വർണ്ണ വില കുതിച്ചുയരുകയാണ്. 1.5 ലക്ഷത്തിലേക്ക് സ്വർണ്ണ വില എത്തുമെന്ന കാര്യം ഉറപ്പാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, വിപണിയിൽ വലിയ ആശങ്കയുണ്ട്, വലിയ ടെൻഷനുണ്ട്. അത് സ്വർണ്ണവില കൂടും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങുന്നു. ആര്യ, ഇറാനി നേർക്കുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ രൂക്ഷമായതോടെ ഇന്നലെ തന്നെ വിപണിയിൽ അതിൻ്റെ ചലനങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇന്നലെ 2 തവണയായി സ്വർണം 1 ഗ്രാമിന് 655 രൂപയുടെ വർധനയാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നും അത് തുടരുകയാണ്. ഇന്ന് അത്രത്തോളം എത്തിയിട്ടില്ല. ഗ്രാമിന് രാവിലെ 400 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പവന് 3200 രൂപ കൂടിയിരിക്കുന്നു. 15,865 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് പവന് 1,26,920 രൂപ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ സ്വർണം 1 പവന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് 1 ഗ്രാമിന് 16,395 രൂപയാണ്. അതായത് 1,31,160 രൂപയാണ് 1 പവൻ സ്വർണ്ണാഭരണത്തിന് ഇതേവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത്. അത് ജനുവരി മാസം 29-ാം തീയതിയായിരുന്നു. അതിനുശേഷം വില അല്പം താഴേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതും ഇന്നലെ മുതൽ വീണ്ടും സ്വർണ്ണവില കയറി തുടങ്ങുന്നതും. എന്തായാലും നാളെ വലിയ ഒരു വില വർധനയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ രാജ്യത്ത് ആഭരണ വിപണി പ്രവർത്തിക്കുന്നില്ല. പക്ഷേ സ്വർണ്ണ വ്യാപാരികൾക്ക് സ്വർണം എടുക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്കും മറ്റും അതിൻ്റെ വിനിമയ നിരക്ക് കൈമാറേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് സ്വർണ്ണ വില കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ കണക്കാക്കുമ്പോഴാണ് ഗ്രാമിന് 15,865 രൂപ എന്നുള്ള നിലയിൽ എത്തി നിൽക്കുന്നത്. 2 കാര്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായും സ്വർണ്ണവില വർദ്ധിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ യുദ്ധം വരുമ്പോൾ ഇതിനെ ഒരു അവസരമായി കണ്ട് ലാഭമെടുക്കാൻ വേണ്ടി കൂടുതൽ സ്വർണം ആളുകൾ വാങ്ങി വയ്ക്കുന്നു. ചെറുകിടക്കാരും വൻകിടക്കാരും ഒക്കെ കൂടുതൽ സ്വർണം വാങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണത്തിന് ഡിമാൻഡ് ഉയരുന്നു. മറ്റൊന്ന്, ഒരു പലായനം ഉണ്ടാകുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും സ്വർണ്ണമാകുമ്പോൾ വളരെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ സാധിക്കും. നമുക്കറിയാം, പരമ്പരാഗത രീതിയിൽ മാത്രമല്ല ഇപ്പോൾ ആളുകൾ സ്വർണം വാങ്ങുന്നതും അത് സൂക്ഷിച്ചു വയ്ക്കുന്നതും അല്ലെങ്കിൽ കൈമാറുന്നതുമൊക്കെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ രൂപത്തിൽ, ചുരുക്കി പറയുമ്പോൾ ETF എന്നുള്ള പേരിലാകുമ്പോൾ അത് അനായാസം എവിടെയും വിൽക്കാൻ സാധിക്കും. മാത്രമല്ല ഫിസിക്കലായി അല്ലെങ്കിൽ ഭൗതികമായി കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു സാഹചര്യത്തിലും അത് കൊള്ളയടിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിന് അടിസ്ഥാനമില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ വലിയ തോതിൽ ആളുകൾ സ്വർണ്ണത്തെ കണ്ടുകൊണ്ട് വൻകിടക്കാരും ചെറുകിടക്കാരും ലോക ബാങ്കുകളുമൊക്കെ വലിയ തോതിൽ സ്വർണം വാങ്ങി വയ്ക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടാണ് സ്വർണ്ണത്തിന് വില വർധനയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, സ്വാഭാവികമായും ഇന്ധനത്തിൻ്റെ അസംസ്കൃത എണ്ണയുടെ ഒക്കെ വിലയിൽ ഉണ്ടാക്കാവുന്ന വർധനവ് സ്വർണ്ണത്തിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. എന്തായിരുന്നാലും സ്വർണ്ണവില അടുത്ത വരും നാളുകളിൽ മുകളിലേക്ക് തന്നെയായിരിക്കുമെന്നത് നിസ്സംശയം പറയാം. അത് എവിടെ വരെ പോകുമെന്നത് പറയാൻ ഒരു വിദഗ്ധർക്കും കഴിയുകയില്ല എന്നും പറയാം. കാരണം യുദ്ധത്തിൻ്റെ ഗതി എന്തായിരിക്കും, പ്രത്യാക്രമണത്തിൻ്റെ ഗതി എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ആശ്രയിച്ചായിരിക്കും വരും നാളുകളിൽ സ്വർണ്ണവില എന്തായിരുന്നാലും മുകളിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തീർച്ചയായും സ്വർണ്ണവില ഇനി മുകളിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആർക്കും അങ്ങനെ ഒരു ആലോചന പോലും വേണ്ട. എന്തായാലും സ്വർണ്ണവില വരും ദിവസങ്ങളിൽ കുത്തനെ ഉയരാൻ തന്നെയാണ് സാധ്യത. 1.5 ലക്ഷം കടക്കും. അത് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ.